കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. ഹല്ലേലൂയ. യേശു. എറണാകുളം ജില്ലയിലെ പാവം ഒരു അപ്പച്ചനും അമ്മച്ചിയും പാലാ താബോറിൽ നമ്മുടെ ധ്യാനം കൂടുക. നല്ല മാതാപിതാക്കൾ കേട്ടോ. 2 പെൺമക്കളേ ഉള്ളൂ. എൻ്റെ അടുക്കൽ വന്നു ധ്യാനത്തിൻ്റെ അവരുടെ സങ്കടമൊക്കെ പറഞ്ഞു. ബ്രദറെ 2 പെൺമക്കളായിരുന്നു. മൂത്ത മോള് മക്കളിൽ നിന്ന് നല്ല പഠിക്കും. മൂത്തോള് പഠിച്ചു ഡോക്ടറായി, വിവാഹം കഴിഞ്ഞു. ഭർത്താവും ഡോക്ടർ തന്നെയാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഇവിടെ സ്ഥലത്തിന് ഇവരുടെ ഈ അപ്പച്ചനും അമ്മച്ചനും വീട് തൊട്ട് ചേർന്ന് വേറെ സ്ഥലമുണ്ട്. ആ സ്ഥലം സ്ഥിരമായിട്ട് കൊടുത്തു. അപ്പോൾ അവിടെ അവർ വീട് വെച്ച് അവിടെ താമസിക്കുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. വളരെ നല്ല മകളാണ്. ഭർത്താവ് നല്ലതാണ്. എറണാകുളത്തൊരു ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നു. സന്തോഷമായിട്ട് വന്നു. ഇളയ മോള് ഇവിടെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ പഠിക്കുകയായിരുന്നു. അവൾ എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുക. മിടുക്കി പെങ്ങച്ചായിരുന്നു. അങ്ങനെ പഠിച്ച് അവൾ അവിടുത്തുകാരൊരുത്തരുമായിട്ട് അങ്ങ് ലോകിയായി. ജാതി മതം ഒന്നും നോക്കിയില്ല. നോക്കേണ്ട കാര്യമില്ല, എല്ലാം ഒന്നല്ലേ. എങ്ങനെയാട്ടെ സംഭവം അങ്ങോട്ട് ഒന്നിച്ച് രജിസ്റ്റർ ഒക്കെ ചെയ്ത് ജീവിതമൊക്കെ ആരംഭിച്ചു. ഒരു പരുവായി. പെണ്ണ് ഒരു പരുവായി. അവസാനം മാതാപിതാക്കളെ വിവരം അറിയിച്ചു. ഈ വിവരങ്ങൾ അറിഞ്ഞു. അപ്പോൾ മാതാപിതാക്കളെ കയ്യെ കാലെ പിടിച്ചുകൊണ്ടോട് പറഞ്ഞു, മോളെ നീ ബന്ധം ഉപേക്ഷിക്കുക, ഞങ്ങളിത് ക്ഷമിക്കാം, നീ തിരിച്ചു വാ. അവൾ ഒന്നിനും തയ്യാറായില്ല. അവസാനം രജിസ്റ്റർ ചെയ്തതിൻ്റെ കൂടെ ജീവിതം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു 3 വർഷം കഴിഞ്ഞു. ഒരു ദിവസം മാതാപിതാക്കളുടെ സങ്കടം ഓർക്കണേ, ഭയങ്കര സങ്കടം ഓർക്കുക. കാരണം ഇളയ മോളെ ഒത്തിരി സ്നേഹിച്ച് വളർത്തിയതാ. അവൾ ഒരു 3 വർഷമായപ്പോൾ ഒരു അമ്മയെ ഫോണിൽ വിളിച്ചു. അമ്മയോട് പറഞ്ഞു, ഞാൻ മോളെ വിളിക്കുന്ന അമ്മയല്ലേ. വർത്താനമൊക്കെ പറഞ്ഞു. അമ്മേ ഞാനങ്ങോട്ട് വന്നോട്ടെ, അപ്പനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പനോട് ചോദിച്ചോ പറഞ്ഞു, അവൾ തന്നെ വന്നു, അവനെയും കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അവൾ തന്നെ വന്നു. അവൾ തന്നെയാണ് വന്ന ഒരാഴ്ച വീട്ടിലുണ്ടായിരുന്നു. മാതാപിതാക്കളിലെ ഒരാഴ്ച താമസത്തിന് അവിടെ പോകാൻ തുടങ്ങുക. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്നാലും വീട്ടിൽ വന്നല്ലേ മോള്. ഒരാഴ്ച വന്നു. 3 വർഷമായിട്ട് മക്കളൊന്നുമില്ല. അമ്മ അവരെന്നോട് പറയുകയാണ്, അവൾ പോകുന്ന ദിവസം ബാഗും പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഈ അമ്മ അപ്പനോട് പറഞ്ഞു കൊടുത്തു, അവളെ ഒന്ന് അനുഗ്രഹിച്ചു വിടാൻ പറഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. പച്ചമലയാളത്തിൽ പറഞ്ഞ വ്യഭിചാരമാണ്. കാരണം രജിസ്റ്റർമാർ ചെയ്തൊന്നും ജീവിക്കല്ലേ മക്കൾ. എന്നാലും അമ്മയുടെ ഒരു സ്നേഹം. അമ്മ അപ്പനോട് പറഞ്ഞു, അവളെ ഒന്ന് അനുഗ്രഹിച്ചു വിടാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, മോളെ നീ മുട്ടയിൽ നിൽക്കാൻ പറഞ്ഞു. അവരെന്നോട് പറഞ്ഞ സംഭവമാണ്. അവൾ മുട്ടയിൽ നിന്നു. ആ അപ്പനും അമ്മയും കൂടെ തലയൊക്കെ വെച്ചിട്ട് അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കുമ്പോൾ ആ അപ്പൻ പൊട്ടിക്കരയുക. അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു കുഞ്ഞുണ്ടാവാൻ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് താമസിച്ചില്ല, പോയി 2 മാസം കഴിഞ്ഞതിന് മുമ്പ് മകൾ വിളിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അവൾ ഗർഭിണിയായി. നോക്കുക, ഒരപ്പൻ്റെ അമ്മയുടെ കണ്ണുനീര്. 3 വർഷമായിട്ട് മക്കളില്ല. അപ്പൻ ക്ഷമിച്ചൊന്ന് അനുഗ്രഹിച്ചു വിട്ടു കുഞ്ഞുങ്ങളുണ്ടാകാൻ. എന്നിട്ടോ അതിലും സങ്കടം ഇവർ പറയാ, അവൾക്ക് കുഞ്ഞുണ്ടായി. പ്രസവിച്ചപ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞൊരു ആങ്കൊച്ചുമനുണ്ടായി. അവൾ ആ വീട്ടിലോട്ട് കുഞ്ഞിനെയായിട്ട് വന്നിട്ടുമില്ല, കുഞ്ഞിനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഒരു വിവരമില്ല. പിന്നെ ഫോൺ വിളിച്ചിട്ടില്ല. എന്തുമാവട്ടെ, ഒത്തിരി സങ്കടപ്പെടുന്ന മാതാപിതാക്കന്മാരുണ്ട്. തോബിത്തിന്റെ പുസ്തകത്തിന് 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം. തോബിത്ത് 4:12. നിങ്ങളുടെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ.
വിജാതീയ വിവാഹം പാടില്ല. എസ്രായുടെ പുസ്തകത്തില് 10-ാം അധ്യായം നിങ്ങൾ വായിക്കണം. മിശ്ര വിവാഹത്തെ കുറിച്ചാണ് പറയുന്നത്. 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം പറയുന്നു, നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ അവിടുത്തെ വിജാതീയമായിട്ട് വിവാഹം കഴിക്കരുത്, നിങ്ങളുടെ പെൺമക്കളെ അവർക്ക് കൊടുക്കരുത്. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാ. ഉൽപ്പത്തി പുസ്തകം 28:1 അബ്രാഹാം ഇസ്ഹാക്കിനോട് പറയുകയാണ്. അബ്രാഹാം രണ്ട് മക്കൾ ഇസ്ഹാക്ക് യാക്കോബിനോട് പറയുകയാണ്. യാക്കോബിനോട് പറഞ്ഞു, നീ കാനാന്യ സ്ത്രീകളെ ഒരിക്കലും വിവാഹം കഴിക്കരുത്, വിജാതീയ വിവാഹം പാടില്ല. വിശുദ്ധ ബൈബിൾ വിജാതീയ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനി വിജാതീയരായിട്ടുള്ള മക്കൾ കർത്താവിനെ അറിഞ്ഞ് മാമോദീസ സ്വീകരിച്ച് സഭയിലാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അല്ലാതെ തോന്നുന്നവരെ പ്രേമിച്ച് കല്യാണം കഴിച്ച് രജിസ്റ്റർ ചെയ്ത് ഒന്നിച്ച് ജീവിക്കുന്നത് അത് വ്യഭിചാരമാണ്, അത് ശരിയാവത്തില്ല. ഹല്ലേലൂയ. ഈ സമൂഹത്തില് ആരെങ്കിലും തെറ്റായ ബന്ധങ്ങളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. പാപകരമായ ബന്ധങ്ങൾ, വിവാഹത്തിനു മുൻപുള്ള പാപകരമായ ബന്ധങ്ങൾ പരിപൂർണമായിട്ട് അവസാനിപ്പിക്കുക. സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ബന്ധം, പുരുഷനും പുരുഷനും തമ്മിലുള്ള ബന്ധം, അത് സ്വർഗഭോഗമാണ്. സോദോം ഗൊമോറായ ദൈവം അഗ്നി ഇറക്കി നശിപ്പിച്ചു. എന്തായിരുന്നു അവിടുത്തെ പാപം? ആ ജനം വ്യഭിചാരത്തിനും സ്വയം ഭോഗത്തിനും സ്വർഗഭോഗത്തിനും അടിമകളായിരുന്നു. കർത്താവ് അഗ്നി ഇറക്കി സോദോം ഗൊമോറായെ നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. അല്പയുടെ സ്വരമുയർത്തി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാമോ? നമ്മുടെ പാപങ്ങൾ ഓർത്ത് അനുതാപത്തോടെ പ്രാർത്ഥിച്ചേ. യേശുവേ, എൻ്റെ പാപങ്ങൾ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഞാനോ എൻ്റെ പിതാക്കന്മാരോ പൂർവികരോ ആരെങ്കിലും വ്യഭിചാരം എന്ന പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്യ പുരുഷബന്ധം, അന്യ സ്ത്രീബന്ധം, ഇതിലൊക്കെ മുഴുകി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, സ്വയം ഭോഗം, സ്വകർഭോഗം, ഇതിലൊക്കെ ജീവിച്ചിട്ട് അനുഭവിക്കാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, യേശുവേ, ആ ചെയ്ത പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്നു. കരുണയായിരിക്കണമേ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിന്റെ 16-17 വചനങ്ങൾ. ഈ വചനം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ശക്തമായിട്ട് ദൈവത്തിന് വചനം എഴുതി വെച്ചിരിക്കുക. നന്നായിട്ട് ചെവിയൊക്കെ ഒന്ന് തുറന്ന് എല്ലാവരും കേൾക്കണം കേട്ടോ. അവിടെ പറയുന്നു, വ്യഭിചാരികളുടെ സന്തതികൾ പക്വത പ്രാപിക്കത്തില്ല. മക്കൾക്ക് പക്വതയില്ലാത്തതിൻ്റെ കാര്യം മനസ്സിലായോ? വ്യഭിചാരികളുടെ സന്തതികൾ പക്വത പ്രാപിക്കത്തില്ല. നിയമവിരുദ്ധമായ വീഴ്ചയുടെ ഫലം നശിക്കും. ദീർഘകാലം ജീവിച്ചാലും വ്യഭിചാരികളെ ആരും പരിഗണിക്കത്തില്ല. അവരുടെ വ്യഭിചാരികളുടെ വാർദ്ധക്യം അപമാനം നിറഞ്ഞതായിരിക്കും. യൗവനത്തിൽ മരിച്ചാലും അവർക്ക് ആശയ്ക്ക് വഴിയില്ല. എങ്ങനുണ്ട്? വ്യഭിചാരികളുടെ വാർദ്ധക്യം അപമാനം നിറഞ്ഞതായിരിക്കും. അതങ്ങനെ അപമാനം, വാർദ്ധക്യം എത്തുമ്പോൾ അപമാനം ഉണ്ടാകുന്നത്? ഓമനിച്ചു സ്നേഹിച്ചു വളർത്തിയ കൊച്ചുമക്കളൊക്കെ വിജാതീയൻ്റെ കൂടെ പോകുമ്പോൾ അഭിമാനമാണോ വല്യപ്പനും വല്യമ്മയ്ക്കും? ആണോ? വ്യഭിചാരികളുടെ മക്കൾ പക്വത പ്രാപിക്കത്തില്ലെന്ന വചനം പറയുന്നത്. ഭാര്യയെ വഞ്ചിച്ച ഭർത്താക്കന്മാര്, ഭർത്താവിനെ വഞ്ചിച്ച് ജീവിക്കുന്ന ഭാര്യമാര് ഈ ദേശത്തില്ലെങ്കിൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പല സ്ഥലത്തുമുണ്ട്. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാര്, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാർ. ഈ അടുത്ത നാളിൽ എനിക്ക് വളരെ അടുത്തറിയാവുന്നൊരു സഹോദരൻ, ആ സഹോദരന് 2 കുഞ്ഞുങ്ങൾ, നല്ല മിടുക്കര് കുഞ്ഞുങ്ങൾ. നമ്മുടെ ധ്യാനം കൂടുക 2-3 വർഷം മുമ്പ് കൂടിയതാ. വളരെ അടുത്ത ബന്ധം എനിക്കിപ്പോൾ ആ മകനുമായിട്ടുണ്ട്. നല്ല മിടുക്കര്, ഓമനത്തുള്ളൊരു പെൺകുഞ്ഞും ഒരാൺകുഞ്ഞും, നല്ല വെളുത്ത മിടുക്കര് കുഞ്ഞുങ്ങൾ. അവർ ധ്യാനത്തിന് ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ അവനോട്, ആ സഹോദരൻ ചോദിച്ചു, എന്ത് കുഞ്ഞുങ്ങളുടെ അമ്മ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ആ സഹോദരൻ്റെ പാവമാണ് കേട്ടോ, പാവ മനുഷ്യനാണ്. കരയുക എൻ്റെ ഉമ്മ. ബ്രദറെ, കുഞ്ഞുങ്ങളുടെ അമ്മ ഒരുത്തിൻ്റെ കൂടെ പോയി. ഞങ്ങളുടെ നാട്ടിലെ ഉണ്ട് ഒരുത്തിൻ്റെ കൂടെ അവൾ പോയി. രജിസ്റ്റർ ചെയ്ത് അവൻ്റെ കൂടെ ജീവിക്കുന്നത്. ഇവനെ പോലീസിൽ കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവളുടെ ഈ കുഞ്ഞുങ്ങളെ ഭർത്താവിനോട് പറഞ്ഞു, തനിക്ക് വേണം നോക്കിക്കൊള്ളാൻ പറഞ്ഞു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. താൻ വേണേ കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. എങ്ങനെയുണ്ടൊരു സ്ത്രീയുടെ മനസ്സ്? സ്ത്രീ വർഗത്തിൽ പെടുത്താൻ കൊള്ളുകയില്ല ഇവിടെയൊന്നും. സ്ത്രീയുടെ വർഗത്തിൽ ചേർക്കാൻ കൊള്ളുകയില്ല.
ഞാൻ അന്നേരം ഇങ്ങനെ മനസ്സ് കൊടുത്ത്, കർത്താവേ എനിക്ക് 5 മക്കളുണ്ട് കേട്ടോ, 3 ആണും 2 പെണ്ണും. അപ്പം ഞാൻ ഓർത്ത്, കർത്താവ് ഈ 2 കുഞ്ഞുങ്ങളെ ഇവനിങ്ങനെ തരികയാണ്, ഞാൻ വീട്ടിൽ കൊണ്ടുപോകണം. അത്രയ്ക്ക് നല്ല മിടുക്കര കുഞ്ഞുങ്ങൾ, നല്ല ഓമനത്തുള്ള കുഞ്ഞുങ്ങൾ. സങ്കടം തോന്നി. ആ കുഞ്ഞുങ്ങളുടെ അമ്മ ഭർത്താവിനോട് പറയാ, തനിക്ക് വേണേ നോക്കാൻ പറഞ്ഞു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവള് ഒരുത്തൻ്റെ കൂടെ ഇന്ന് മറ്റേതോ ഒരു ദേശത്ത് അവൾ ജീവിക്കുകയാണ്. പെണ്ണിൻ്റെ വർഗത്തിൽപ്പെടുത്താൻ കൊള്ളു അവളുമാരെ. ഇങ്ങനെയുണ്ട് സ്ത്രീകൾ കേട്ടോ. സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാര്, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാര്, ഒരു ഉളുപ്പുമില്ല. കെട്ടിയോൻ വിദേശത്ത് ജോലി, ഇവിടെ ശരീരം പലരുമായിട്ട് പങ്കുവയ്ക്കുന്ന സ്ത്രീകള്. ഒരു മടിയില്ല. 2-3 കുഞ്ഞുങ്ങളുണ്ട്. സ്വന്തം മക്കളെ കെട്ടിച്ചു വെച്ചിട്ട് കൊച്ചുമക്കളായിട്ടും ശരീരം മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കുന്ന സ്ത്രീകൾ. ഇത് ചുമ്മാ വിളിച്ചു പറയുന്നൊന്നുമല്ല. എത്ര അനുഭവങ്ങൾ. ഒരു മടിയില്ല. ഭർത്താവ് കൂടെ ഉണ്ടായിട്ടും ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്ത്രീകളെ, ജോലി സ്ഥലത്ത് പലരുമായിട്ട് കണക്ഷനാ. ഒരു മടിയില്ല ശരീരം പങ്കുവയ്ക്കുവാനായിട്ട്. ലജ്ജയില്ലാത്തതാ, സമ്മതിക്കണ്ട, തൊലിക്കെട്ടി സമ്മതിക്കണം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഈ അടുത്ത നാളിൽ ഒരു സഹോദരി, പറയാൻ പോലും ലജ്ജ തോന്നും, 4 മക്കളുടെ അമ്മയാണ്. ധ്യാനാവസരത്തിൽ വന്നിട്ട് എൻ്റെ അടുക്ക പൊട്ടിക്കരയുക. ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ കരയുന്നത്? കുമ്പസാരത്തിന് മുമ്പ് ഇതുവരെ കുമ്പസാരിച്ചിട്ടില്ല ഒരു പാപം, ഒരു വിഷയം. എന്താണെന്നറിയാവോ? 4 മക്കളുണ്ട്. ഇളയ മോനിപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇളയ മോൻ ഭർത്താവിൻ്റെതല്ല. ഭർത്താവിൻ്റെ ഒരു കൂട്ടുകാരനോട്ടുള്ള ഭയങ്കര കമ്പനിയായിരുന്നു. ഭർത്താവിനൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. കുടുംബ ജീവിതത്തിലെ അവിശ്വസ്തത നിങ്ങളെ വേട്ടയാടും. ഉറപ്പാ, നിന്റെ കുടുംബത്തിന്റെ അടിത്തറ തോണ്ടുന്ന പാപമാ വ്യഭിചാരം. ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്ന ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, വിവാഹത്തിന് മുൻപ് ശരീരം പങ്കുവെക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തില് 2-ാം അധ്യായത്തില് 12 മുതൽ 16 വരെയുള്ള വചനങ്ങള്. നീ ഈ ബലിപീഠത്തെ കണ്ണുനീര് കൊണ്ട് മൂടുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരത്തില്ല. കർത്താവ് പറയാ, നീ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരത്തില്ല. അതിൻ്റെ കാരണമാ കർത്താവ് പറയുന്നത്, യൗവനത്തിൽ നീ നിന്റെ ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചു, യൗവനത്തിൽ നീ നിന്റെ ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരത്തില്ല. കർത്താവ് പറയാ, നീ നിന്റെ ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാണിച്ചു. കുടുംബ ജീവിതത്തിലെ അവിശ്വസ്തത ഏറ്റവും ഗൗരവമേറിയ പാപം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരത്തില്ല. കർത്താവ് പറയുക, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു, ദൈവഭക്തരായ സന്താനങ്ങളെ അല്ലാതെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്? വ്യഭിചാരം ചെയ്യരുത്, അവിശ്വസ്തത ചെയ്യരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇതൊരു പാപത്തിൻ്റെ മേഖല. എത്രയോ തെറ്റായ ബന്ധങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ. സ്വന്തം മക്കളെ ദുരുപയോഗം ചെയ്യുന്ന ചില പിതാക്കന്മാർ, സ്വന്തം കുഞ്ഞുങ്ങളെ, മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. ക്രൂരതയായത് പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഓരോ സംഭവങ്ങൾ എത്ര ലജ്ജാകരമാണ്. ഞാൻ ദുബായിൽ ഒരു പ്രാവശ്യം ധ്യാനത്തിൽ നിന്നപ്പോൾ ഒരമ്മ കണ്ണുനീരോടെ പറഞ്ഞ ഒരു കാര്യമാണ് ഒരു സംഭവം. അവിടെ ഫ്ലാറ്റാണ്, അവിടെ താമസം. തൊട്ടടുത്ത് മലയാളി കുടുംബങ്ങളാണ്, നല്ല കുടുംബങ്ങൾ, നല്ല ബന്ധങ്ങൾ. ഒരു എന്തോ അത്യാവശ്യത്തിന് 2 വയസ്സ് 2-3 വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞിനെ അടുത്ത വീട്ടിൽ, നല്ല ഒരു ഫാമിലിയാണ്, കത്തോലിക്ക കുടുംബമാണ്, ഭാര്യയും ഭർത്താവും. അവിടെ അവർക്കന്ന് നൈറ്റ് ഡ്യൂട്ടി കണ്ടാണ്. അപ്പം അവിടെ കുഞ്ഞിനെ അത്യാവശ്യം ഈ അമ്മയെ ഏൽപ്പിച്ചിട്ട് എവിടെയോ പോയിട്ട് വന്നു. അന്ന് രാത്രിയിൽ ഈ കുഞ്ഞിന്, 3 വയസ്സുള്ള കുഞ്ഞിന് എന്തോ ഭയങ്കര വേദന, അസ്വസ്ഥത, പ്രയാസങ്ങളൊക്കെ. ഈ അമ്മയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ട് അമ്മ ഈ കുഞ്ഞിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആ വീട്ടിൽ സുരക്ഷിത വീടാണ്, അവിടെ ഉള്ള മലയാളികളായ കത്തോലിക്കർ തന്നെയാണ്, അവരെ ഏൽപ്പിച്ചിട്ട് പോയതാ. ഇടയ്ക്ക് ആ വീട്ടിലെ ചേച്ചി പുറത്തെന്തോ ആവശ്യത്തിന് പോയപ്പോൾ അവിടുത്തെ ചേട്ടൻ ഈ 3 വയസ്സുള്ള കുഞ്ഞിനെ ദുരുപയോഗം ചെയ്തു. 3 വയസ്സുള്ള കുഞ്ഞിനെ
ഈ ചേട്ടൻ ദുരുപയോഗം ചെയ്യുക. എന്തൊരു അനീതിയാണെന്ന് നോക്കി. ആ ചേച്ചി എന്നോട് പറയുകയാണ്, സഹിക്കാൻ പറ്റില്ല, എന്താ ചെയ്യുന്നത്, വെളി മിണ്ടാനൊക്കെ. 3 വയസ്സ് പ്രായമായ കുഞ്ഞിനെ ആ മനുഷ്യൻ പീഡിപ്പിച്ചത്. എന്തൊരു ക്രൂരതയായത്. ആ ചേച്ചി പറയുകയാണ്, ഭർത്താവിനോട് പറഞ്ഞു, അവർ പ്രശ്നത്തിലേക്ക് പോയില്ല, അത് പിന്നെ വലിയ പ്രശ്നമാകില്ലേ. പിറ്റേ ദിവസം ആ ചേച്ചി അവരുടെ വീട്ടിൽ ചെന്നു. കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ വന്ന് ചേട്ടൻ കഥ പറഞ്ഞു. ചേച്ചി എന്തറിയോ, കാര്യങ്ങളാണ് മടക്കടി ചെരുപ്പൂരിട്ട് അവൻ്റെ ചെവിക്കുരു കൂടെ ചെരുപ്പോട് ഒറ്റ അടിയും കൊണ്ട് കൊടുത്തു. അതല്ലേ ചെയ്യാനൊക്കെ ഉള്ളൂ. എന്നിട്ടൊരു 4 എണ്ണം വിട്ടിട്ട് ഇങ്ങ് പോകുന്നെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ സമൂഹം കൊണ്ട്. അമ്മമാരെ, പെൺകുഞ്ഞുങ്ങളെ വളരെ സൂക്ഷിക്കുക, ആരെയും വിശ്വസിക്കണ്ട. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ കൃത്യം 4 മണി അല്ല 4ലേക്ക് വീട്ടിൽ വരുന്ന ഒരു 10 മിനിറ്റ് താമസം നിങ്ങളുടെ നെഞ്ചിൻ്റെ അകത്ത് തീയാണോ? ആണോ അമ്മമാരെ? ആണോ? അങ്ങനൊരു കാലമായിപ്പോയി നമ്മുടെ സമൂഹം. ഹല്ലേലൂയ. വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധ. അമ്മമാരുടെ ഉള്ളിൽ വലിയ ഒരു ശ്രദ്ധ എപ്പോഴും കുഞ്ഞുങ്ങളെ കുറിച്ച്. അതുപോലെ പെൺകുഞ്ഞുങ്ങൾക്ക് അമ്മമാരുടെ എല്ലാം തുറന്നു പറയാൻ സാധിക്കണം. ഒരു പെൺകുഞ്ഞിന് ഒരാൾ ഒന്ന് ശരീരത്തിൽ തൊട്ടാൽ അത് തെറ്റായ സ്പർശമാണെങ്കിൽ അന്നേരം അത് തിരിച്ചറിയാനുള്ള ബോധ്യം പെൺകുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ കൊടുക്കണം. ഹല്ലേലൂയ. അത് മനസ്സിലാക്കിയിരിക്കണം കുഞ്ഞുങ്ങൾ. അമ്മമാർ അത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ചോദിച്ചത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അപകടത്തിൽ വീഴാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ കൊച്ചു ആൺകുട്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവരെയൊക്കെ ദുരുപയോഗം ചെയ്യുന്ന എത്രയോ പേരുണ്ടെന്നറിയാം. ഞാൻ എല്ലാം ഒന്നും തുറന്ന് പറയുന്നില്ല, ഒരു പൊതു സമൂഹമായതുകൊണ്ട്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ചെന്ന് ഹല്ലേലൂയ. ജഡത്തിന്റെ പാപത്തിൽ നിന്ന് ഓടി അകലുക. വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, തെറ്റായ ബന്ധങ്ങൾ, കുടുംബജീവിതത്തിലെ അവിശ്വസ്തത, അങ്ങനെയൊക്കെ ജീവിക്കുന്നവര് ഈ സമൂഹത്തിലുണ്ട്. ഒരു സംശയവുമില്ല. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ സമൂഹത്തിൽ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അവര് അവസാനിപ്പിക്കുക, നന്നായിട്ട് കുമ്പസാരിക്കുക, ഏറ്റുപറയുക. തെറ്റായ ബന്ധങ്ങള്, പാപത്തിൻ്റെ കൂട്ടുകെട്ടുകൾ, അശ്ലീലമൊക്കെ അവസാനിപ്പിക്കുക. മൊബൈലിൽ മണിക്കൂറുകളിൽ നിന്ന് അശുദ്ധി കാണുന്ന, മ്ലേച്ഛത കാണുന്നു. ഈ മൊബൈലൊക്കെ തുറന്നാൽ കാണുന്നത് ലോകത്തിൻ്റെ സകല മ്ലേച്ഛതയുമുണ്ട്. ഇത് കണ്ടു നശിക്കുക നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇപ്പൊ ഒരു പുതിയ കാഴ്ച നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. ബൈക്കിന്റെ പുറകിൽ ചില പെൺകുട്ടികൾ ഇരിക്കുന്ന കാണാം. വെള്ളിയാഴ്ച കോളേജ് ഓഫാക്കി കഴിഞ്ഞാൽ ഞായറും ശനിയും ഞായറും ഒക്കെ അവധിയായിരിക്കും. പല NRIസിൻ്റെ മക്കള് കോളേജിൽ പഠിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് ഈ കുഞ്ഞുങ്ങൾ ഒരുത്തൻ്റെ ബൈക്കിൻ്റെ പുറകോട്ട് കയറിയിരിക്കും. എന്നിട്ട് ആരും അറിയാതിരിക്കാനായിട്ട് പുറകിരിക്കുന്ന ആൾ ഒരു ഹെൽമറ്റ് അങ്ങ് വെക്കും. പിന്നെ തിരിച്ചറിയത്തില്ലല്ലോ. എന്നിട്ട് കെട്ടിപ്പിടിച്ചൊരിതാണ് സയാമീസ് ഇരട്ടകളെ പോലെ പിന്നെ പറക്കുകയാണ്. പിന്നെ എവിടെയാണ് 2 ദിവസം ശനിയും ഞായറൊന്നും അറിയത്തില്ല. ഉള്ള കാര്യങ്ങളായി പറയുന്നത് കേട്ടോ, അത്ര വിഷമിക്കാനൊന്നുമില്ല. ചിലർ കാശുണ്ടാക്കാനായിട്ട് നേരെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വെള്ളിയാഴ്ച കയറിയാൽ ശനി ഞായർ തിങ്കളാഴ്ച രാവിലത്തെ ഫ്ലൈറ്റിന് നാട്ടിലുണ്ട്, കോളേജിലുണ്ട്. കൈ നിറച്ച് കാശ് കിട്ടാനുള്ള വേറെ വഴികൾ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പച്ചക്കാരും പറയാനില്ല ഉണ്ട്. ഞാൻ പറയണേ പച്ചക്കങ്ങ് പറയും. പറയാതിരിക്കാൻ പറഞ്ഞാലേ നിങ്ങളിതൊക്കെ അറിയത്തുള്ളൂ. നമ്മളിതൊക്കെ അറിയണം. ഹല്ലേലൂയ. ഇനി ഇപ്പം വേറൊരു ശൈലി കാണാം. പെൺപിള്ളേർ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഷാള് എടുത്തിട്ട് ഇങ്ങനെ മൂക്കുമുടി ഇങ്ങനെ മൊത്തം ഒരു കെട്ടം കൊണ്ട് കെട്ടിയിരിക്കുക. കെട്ടിക്കഴിഞ്ഞാൽ കണ്ണ് മാത്രമേ കാണത്തുള്ളൂ. അതിൻ്റെ പിന്നിൽ രഹസ്യമുണ്ട്. ഇത്രയും കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളിൻ്റെ മുഖം അറിയത്തില്ല. കാണാറുണ്ട് ബൈക്കിൽ. കാണുമ്പോൾ തിരിച്ചറിഞ്ഞു ആ പോക്കും ആ പുറകിരിക്കുന്ന കൊച്ചും അത്ര ശരിയല്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പല അമ്മമാരും ഒക്കെ വിചാരിക്കുന്നുണ്ട്, എൻ്റെ മോളോ, അയ്യോ അവൾ എത്ര പാവമാണോ ഇല്ലെന്നൊക്കെ പിന്നെ അറിയാം. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. ഉള്ളതൊക്കെ ഞാനങ്ങ് പറയുക. നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മൾ ചിന്തിക്കുന്ന ഒരു ലോകമേ അല്ല. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഇന്നത്തെ പ്രേമബന്ധങ്ങൾ തിരിച്ചറിയുക. അത് മാംസത്തിൻ്റെ ദാഹവ, പരിശുദ്ധമായ നിർമ്മലമായ സ്നേഹമൊന്നുമല്ല.
കഴുകൻ കണ്ണുകളുമായിട്ട് പുരുഷന്മാരിങ്ങനെ കാത്തിരിക്കുക കൊത്തിക്കീറാനായിട്ട്. ഓർത്തോ, കൊത്തിക്കീറാനായിട്ട്. അത് 2 വയസ്സുകൊണ്ട് കുഞ്ഞിനെ കിട്ടിയാലും കൊത്തിക്കീറുന്ന പുരുഷന്മാർ. കണ്ട് വളരെ സൂക്ഷിച്ചോ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ. കഴുകനെ പോലെ കടിച്ച് കീറാണ്ടിരിക്കുക. എൻ്റെ നാട്ടിൽ അവിടെ അടുത്ത് കിടന്നൊരു സംഭവമാണ്. ഞാനൊരു ദിവസം പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരമ്മ എന്നെ വന്ന് വിളിച്ചു, തട്ടി വിളിച്ചു, ബ്രദറെ ഒന്ന് പുറത്തേക്ക് വരുന്നു. ഞാൻ ഇറങ്ങി ചെന്നു. അപ്പം അവിടെ ഒരു ധ്യാനം നടക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി? എന്നെ കൂടെ ഒരു അമ്മയുണ്ട്, അവരുടെ സങ്കടം പറയാൻ. ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞോളാൻ പറഞ്ഞു. അവർ പറയുകയാണ്, അവരുടെ 8ാം ക്ലാസ് പഠിക്കുന്ന കൊച്ച് പ്രഗ്നൻ്റായി, ഗർഭിണിയായി. ആളിനെ തപ്പിച്ചെന്നപ്പോൾ അപ്പൻ്റെ കൂട്ടുകാരൻ 19 വയസ്സുള്ള ചേട്ടനാണ്. ഭർത്താവിൻ്റെ കൂട്ടുകാരൻ 19 വയസ്സുള്ള ചേട്ടനാണുള്ളത്. ചില കുടുംബങ്ങളിൽ മദ്യസൽക്കാരത്തിൻ്റെ കൂട്ടുകെട്ടുണ്ട്. അപകടമാകട്ടോ ചേട്ടന്മാരോർത്തു, അപകടമാണ്. ചില തെറ്റായ ബന്ധങ്ങൾ അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. അത് ഓർത്തുകൊള്ളുക. മദ്യപാനം പാപമാണെന്ന് വിശുദ്ധ ബൈബിള് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മദ്യപാനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ബൈബിള് പറയുക. യെശയ്യാ 22:13-14. എന്നാൽ അവിടെ ആഹ്ലാദത്തിമിർപ്പ്, കാളകളെയും ആടുകളെയും കൊല്ലുന്നു. അവിടെ ഇറച്ചുതീറ്റിയും വീഞ്ഞുകുടിയും. നമുക്ക് തിന്നുകുടിച്ചു മതിക്കാം, നാളെ നമ്മൾ മരിക്കും. അവിടെ ഇറച്ചുതീറ്റിയും വീഞ്ഞുകുടിയും, തിന്നുകുടിച്ചു മതിക്കാം, നാളെ നമ്മൾ മരിക്കും. ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ആൻഡ് എൻജോയ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ആഹ്ലാദിക്കുക, നാളെ നമ്മൾ മരിക്കും. അടുത്ത വചനം പറയുന്നു, 14-ാം വചനം, സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു, നീ മരിക്കുന്നത് വരെ ഈ അകൃത്യം ഞാൻ ക്ഷമിക്കത്തില്ല. ഇവിടെ മദ്യപിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് പറയുക, മരിക്കുന്നത് വരെ നിന്റെ പാപം ഞാൻ ക്ഷമിക്കത്തില്ല. ഈ തീറ്റ, കുടി, മദ്യപാനം, തോന്നിവാസം, കൂട്ടുകെട്ട്, വീട്ടിൽ മദ്യപാനം, മാമോദീസ, ആദ്യ കുർബാന, വീട് വെഞ്ചരിപ്പ്, എല്ലാറ്റിനും മദ്യമില്ലാത്ത ഒരു പരിപാടിയില്ല. ചില കുടുംബങ്ങളിൽ മദ്യസൽക്കാരം. ചില ബുദ്ധിമാന്മാരുണ്ട്, ചേട്ടനെ അടിച്ച് പൂക്കുറ്റിയാകും. ചേട്ടൻ പൂക്കുറ്റിയായിട്ട് വളഞ്ഞുകൂടി എവിടെയും കിടക്കും. കൂടുതൽ ഞാൻ വർണ്ണിക്കുന്നില്ല, മനസ്സിലാകും നിങ്ങൾക്ക്. കുടുംബനാഥനെ പൂക്കുറ്റിയായിട്ട് വളഞ്ഞുകൂടി അവിടെ ഒന്ന് ഛർദ്ദിച്ച് അവിടെ മൂലക്കാണ്. കൂടുതൽ ഞാൻ വിശദീകരിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. വിശദീകരിക്കാൻ എന്നെ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കി നടക്കുന്ന സംഭവമൊക്കെ എന്താണ്. ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാര്, മദ്യപിക്കുന്ന യുവാക്കന്മാരും വിവാഹം കഴിച്ചവരും ഓർക്കുക, മദ്യം നമ്മുടെ വീട്ടിൽ കയറ്റരുത്. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ വെച്ച ഒരുത്തിനും മദ്യം കൊടുത്തുള്ള സൽക്കാരം വേണ്ട. എപ്പോഴാ നിന്റെ കുടുംബത്തിൽ പാപം നടക്കുന്ന നീ അറിയത്തില്ല. അതൊരു പക്ഷേ നിന്റെ മകളാകാം, നിന്റെ ജീവിത പങ്കാളിയാകാം. അറിയാതെ പാപത്തിലേക്ക് വീണു പോകുന്ന സംഭവങ്ങൾ എത്ര അനുഭവങ്ങളുണ്ടെന്നറിയാവോ. ചിലരൊക്കെ വന്ന് ചങ്കുപൊട്ടി നിലവിളിച്ചിട്ടുണ്ടോ ഓരോ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഇത് ചുമ്മാ വിളിച്ചു പറയുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ മദ്യസൽക്കാരം പാടില്ല. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരുത്തർക്കും മദ്യം കൊടുത്തുള്ള സൽക്കാരം വേണ്ട. അത് കുറച്ചുള്ള പരിപാടി മതിയെന്നേ. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറയുക, ഭയങ്കര സങ്കടമായി പോകണം. അവന് ഒരു പെങ്ങള്, എല്ലാ ദിവസവും ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ട്. അവൻ വീട്ടിൽ വരികയും വർത്താനം വളരെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവൻ്റെ സഹോദരിയെ കാണാനില്ല. അവൻ്റെ കൂട്ടുകാരനോട് അവൾ പോയി. എന്തു പറയാനാ, അവനാണെങ്കിൽ തല്ലുപൊളി ഒരുത്തിനുവാ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ചില ബന്ധങ്ങൾ നിന്റെ കുടുംബത്തെ നാശത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. ചില വ്യക്തികളും അതുകൊണ്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളുന്ന വീട്ടിൽ കയറ്റിയാൽ മതി, അല്ലാത്തതിനെ വീട്ടിൽ കയറ്റണ്ട. മിറ്റത്ത് നിർത്തുന്നുണ്ടെ മിറ്റത്ത്, സ്വിറ്റ് ഔട്ടേ ഇരുത്തുന്നുണ്ടെ അവിടെ ഇരുത്തുക, അതിനപ്പുറം അകത്തോട്ട് കയറ്റണ്ട. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ തുറന്ന് ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. കരമുയർത്തിപ്പിടിച്ച് കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. വലിയ അനുതാപത്തോടൊന്ന് സ്തുതിക്കാമോ? ഹൃദയം തുറന്നു
പ്രാർത്ഥിച്ചേ. യേശുവേ, ഞങ്ങളുടെ പാവങ്ങളോർത്ത് മാപ്പ് ചോദിക്കുന്നു, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ജഡത്തിൽ ചെയ്തു പോയ എല്ലാ പാവങ്ങളോർത്ത് മാപ്പ് ചോദിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ലൈംഗികതയിൽ വന്നുപോയ എല്ലാ പാവങ്ങളോർത്ത് മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധാത്മാന്റെ ആലയമായ ശരീരത്തിൽ ഞങ്ങൾ ചെയ്തു പോയ ചെറുതുമല്ലോ എല്ലാ പാവങ്ങളോർത്ത് യേശുവേ മാപ്പ് ചോദിക്കുന്നു. കരുണയായിരിക്കണമേ. ഹൃദയം നുറുക്കി പ്രാർത്ഥിക്കാമോ? അനുതാപത്തോടെ പ്രാർത്ഥിച്ച് യേശുവേ, യേശുവേ കരുണയായിരിക്കണമേ. ഞാൻ അല്പം ഈ മേഖല പറഞ്ഞു. ശരിക്കും പറയാനാണ് തീർന്നിട്ടില്ല. ചില കാര്യങ്ങൾ പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റുകയില്ല. അത്രയ്ക്ക് മ്ലേച്ഛത ചില കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന കാര്യമാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വന്തം സഹോദരിയെ ദുരുപയോഗം ചെയ്യുന്ന സഹോദരൻ, സ്വന്തം സഹോദരിയെ കൂട്ടുകാർക്ക് കൂട്ടിക്കൊടുക്കുന്ന സഹോദരൻ, സ്വന്തം രക്തത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണ് ചില സംഭവങ്ങളും ചില കുടുംബങ്ങളിലൊക്കെ അരങ്ങേറുന്ന പാപത്തിൻ്റെ മേഖലകൾ. നന്നായിട്ട് അനുദപിക്കാൻ നിങ്ങൾ ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ, വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ, നിങ്ങൾ വളരെ ശ്രദ്ധ വേണം. ശരീരത്തിൻ്റെ പരിശുദ്ധിയാണ് ഏറ്റവും വലുത്, ലൈംഗികതയിലെ പരിശുദ്ധി. ഒരു വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിനുമ്പോൾ ആ പരിശുദ്ധി ഇല്ലാതെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ എന്താ അർത്ഥമിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പെൺകുട്ടികൾ വിശുദ്ധിയിലായിരിക്കുക. യുവാക്കന്മാരോട് ഒരപേക്ഷയുണ്ട്, ഒരു പെൺകുട്ടിയെ പോലും നിങ്ങൾ ചതിക്കരുത്. മറ്റുള്ളവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു കൊച്ചു കുട്ടിയെപ്പോലും നിങ്ങൾ പാപത്തിലേക്കോ ദുരുപയോഗത്തിലേക്കോ നയിക്കരുത്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ തകർച്ച നിങ്ങളുടെ കുടുംബങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ തകർച്ച ഉറപ്പാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിൻ്റെ തകർച്ച നിങ്ങളുടെ കുടുംബങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ.